ഹായ്, ഇന്നിതാ ഇതേപോലെയുള്ള ബലൂണുകൾ വെച്ചുകൊണ്ടുള്ള ഒരു കുഞ്ഞു ക്രാഫ്റ്റ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചെയ്ത് നോക്കാൻ കഴിയുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ. നമുക്ക് അപ്പോൾ കുറച്ച് ബലൂണുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പച്ചയും മഞ്ഞയും ഓറഞ്ചും കളറുകളാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഒരു 10-12 എണ്ണം മതി നമുക്ക്. പിന്നെ നമ്മൾ എടുത്തത് ഇതേപോലെയുള്ള പരുത്തിയാണ്, അതായത് പഞ്ഞി. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇതേപോലെയുള്ള ഒരു നൂലാണ്. പിന്നെ ഇതേപോലെയുള്ള കെട്ടുകമ്പി. അപ്പോൾ ആദ്യം നമുക്ക് കെട്ടുകമ്പിയിൽ നിന്നും ഇതേപോലെയുള്ള ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ചെറുതായി ഒന്ന് വളച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് ചെറുതായി വളച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബലൂൺ എടുക്കുന്നുണ്ട്. ബലൂണിൻ്റെ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഞ്ഞിയിൽ നിന്നും, അതായത് നമ്മുടെ പരുത്തിയിൽ നിന്നും കുറച്ചെടുക്കുക. അത് ഒന്ന് ഇതേപോലെ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് ആ ബലൂണിനുള്ളിലേക്ക് നമുക്ക് കയറ്റിയെടുക്കണം. അപ്പോൾ അത് പരുത്തി നമ്മൾ ബലൂണിനുള്ളിൽ കയറ്റിയെടുത്തു. ഇനി നമ്മുടെ വളച്ച് വെച്ച്, അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്ത കമ്പിയുടെ വളച്ച ഭാഗം നമ്മൾ അതിനുള്ളിലേക്ക്, പഞ്ഞിയുടെ ഉള്ളിലേക്ക് കടത്തിയതിന് ശേഷം നമ്മൾ ഈ ബലൂൺ ഇതേപോലെ കെട്ടിയെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് തിരിച്ചതിന് ശേഷം റൗണ്ടിൽ നമ്മൾ നൂലെടുത്തിട്ട് നമ്മൾ കെട്ടി എടുക്കുന്നുണ്ട്. ആദ്യത്തെ ബലൂൺ കായ നമുക്ക് റെഡിയായി. ഇനി നമുക്ക് ഇതേപോലെയുള്ള കുറച്ച് പീസുകൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് ഒരു 10ഓളം ബലൂണുകൾ നമ്മളിതാ ഇതേപോലെ ചെറിയ ബോളുകളാക്കി കമ്പിയിൽ ഇതേപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും നമ്മൾ കമ്പി കുറച്ചുകൂടി നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെയുള്ള ഒരു റൗണ്ട് ബോട്ടിലിലോ എന്തിലെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് പിടിച്ച് നമ്മൾ അതൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്, ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒരു വളയം നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊരു ലീഫിൻ്റെ ആകൃതിയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ സെല്ലോ ടാപ്പാണ് എടുക്കുന്നത്. സെല്ലോ ടാപ്പ് ഇതിൻ്റെ ഈ വലയത്തിന് മുകളിൽ നമ്മൾ ഇതേപോലെ ഈ കമ്പിയുടെ മുകളിൽ നമ്മൾ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സെല്ലോ ടാപ്പ് നമ്മൾ ചുറ്റിയെടുത്തു. ഇനി അതിൻ്റെ ആ കമ്പിയുടെ പുറംഭാഗത്തേക്കുള്ള സെല്ലോ ടാപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു ലീഫിൻ്റെ ആകൃതിയിൽ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കളർ ചെയ്തെടുക്കാം. അപ്പോൾ പച്ച കളർ കൊടുത്തിട്ട് നമുക്കതൊരു അടിപൊളി ലീഫാക്കി മാറ്റാം. അപ്പോൾ നമ്മുടെ ഒരു ലീഫ് റെഡിയായി. ഇനി ഇതേപോലെ കുറച്ച് ലീഫുകൾ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ലീഫുകൾക്ക് കളർ കൊടുത്തതൊക്കെ നമ്മൾ ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബലൂൺ കായകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബലൂൺ കായയുടെ മുകളിൽ നമുക്ക് ഇതേപോലെ ലീഫുകൾ കൂടി ഫിറ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഓരോ ചില്ലകളാക്കി മാറ്റിയെടുക്കണം. ഇതേപോലുള്ള റിബൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലീഫ് കൂടി ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കമ്പിയിലൊക്കെ നമ്മൾ ഈ റിബണ് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഗമ്മ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളത് ചുറ്റി എടുക്കുന്നത്. അതേപോലെ തന്നെ അവസാന ഭാഗത്തും നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്തത് ഒട്ടിച്ചെടുക്കും. ഒരു ചില്ലയിൽ 2 കായകളും 2 ലീഫുകളും എന്ന രീതിയിലാണ് നമ്മളിത് ആദ്യം റെഡിയാക്കിയെടുക്കുന്നത്. ഓരോ ചില്ലകളും റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചില്ലകൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള പീസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലുള്ള ചില്ലകളാക്കി മാറ്റിയെടുക്കാം.
അപ്പോൾ അത് നമ്മുടെ ചില്ലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചില്ലകളെല്ലാം കൂട്ടി യോജിപ്പിച്ച് നമുക്കിതൊരു ചെടിയാക്കി മാറ്റണം. അപ്പോൾ അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ ചെടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെയുള്ള ഒരു പോട്ടാണ്. ആ പോട്ടിനുള്ളിൽ നമ്മൾ തെർമോക്കോൾ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടുതലുള്ള കമ്പിയുടെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം പോട്ടിനുള്ളിൽ നമ്മൾ നിറച്ച തെർമോക്കോളിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഇത് ഫിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ ചെടി നമ്മുടെ പോട്ടിൽ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇതേപോലുള്ള കളർ കല്ലുകൾ കൊടുത്തിട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബലൂണുകൾ വെച്ചുകൊണ്ടുള്ള ഈ കുഞ്ഞു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.